ഹലോ ഹായ് 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 ഹായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഉച്ചയോടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇത് കാപ്പി ഉണ്ടാക്കണം. പിന്നെ രാത്രിത്തേക്ക് ചോറുണ്ട്, കറി എന്തെങ്കിലും ഉണ്ടാക്കണം. കാപ്പി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അലച്ചിലായിരുന്നു കേട്ടോ. മോളെ കൊണ്ട് ഒരു 4 ദിവസത്തോളമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട്. അപ്പം 3 ദിവസം അടുപ്പിച്ച് പോയി. ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പോയില്ല. ഇന്നലെ കുറച്ച് 2-3 ദിവസത്തെ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നു. ഇനി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറി. ആദ്യം തന്നെ പാല് കാച്ചാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ അതേ കവറ് പൊട്ടിച്ചു പാത്രത്തിലേക്ക് ആക്കിയിട്ടും സ്റ്റൗവിലേക്ക് വെക്കുവാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കിക്കോളൂ കേട്ടോ. പാല് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ കുറച്ച് പുട്ടുപൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പുട്ട് കണയല്ല കേട്ടോ, ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ അതൊന്ന് തേച്ച് കഴുകി എടുത്തു കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. ആദ്യം തന്നെ ഈ പുട്ടിൻ്റെ ഇത് കഴുകിയെടുത്തു. എന്നിട്ട് പുട്ട് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഒരു ഇതിനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാല് തിളച്ച് വന്നപ്പോഴേക്കും ഇറക്കി വെച്ചു. കുഞ്ഞിനുള്ള പാല് ഞാൻ ആദ്യം മാറ്റുന്നുണ്ട് കേട്ടോ. മധുരം ചേർത്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി പാലിലേക്ക് രാവിലെ ഉണ്ടാക്കിയ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാപ്പി കളയണ്ടെന്ന് വിചാരിച്ച് അത് പാലിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞുവാവ എൻ്റെ കൂടെ തന്നെ അടുക്കളയിലുണ്ട് കേട്ടോ. അവളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടപ്പുണ്ട്. അങ്ങനത്തെ കുഞ്ഞിൻ്റെ പാല് മധുരം ചേർത്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പാത്രം കഴുകുകയാണ് കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ പാല് തിളപ്പിച്ച് ആറ്റാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. അപ്പോഴേക്കും കാപ്പി തണുക്കും. കാപ്പി റൂം അടിച്ചു വരട്ടെ കേട്ടോ. റൂമൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കി വെക്കുവാണേ. അപ്പോൾ കുഞ്ഞിൻ്റെ പാല് ഇവിടെ തിളച്ചിട്ടുണ്ട്. അത് കുപ്പിയിലാക്കിയിട്ട് കുഞ്ഞിനും കൊടുക്കുവാണ്. പിന്നെ ഇത് ഞങ്ങൾ കാപ്പിയും കുടിക്കാനെടുത്തു കേട്ടോ. 2.5 ഗ്ലാസ്സോളം ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുവാണേ. അപ്പോൾ കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പുട്ടും ഉണ്ടല്ലോ, പുട്ടും മോനും കൊടുക്കും. പിന്നെ ഈ ബിസ്ക്കറ്റും കൂട്ടി ഞാനും കാപ്പി കുടിക്കും കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ ഒഴിച്ചെടുത്തു. പുട്ടിന് കറിയൊന്നുമില്ല കേട്ടോ. ചൂട് പുട്ടായതുകൊണ്ട് മോനത് വെറുതെ കഴിച്ചോളും. പിന്നെ കുഞ്ഞിൻ്റെ പാല് കുഞ്ഞിൻ്റെ കയ്യിൽ അവൾക്ക് തന്നെ പിടിച്ച് കുടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ ഒരു ബിസ്ക്കറ്റും കൊടുത്തു കേട്ടോ കയ്യിലേക്ക്. ഞാനും കാപ്പി കുടിക്കാനിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കാപ്പി കുടിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ കാപ്പി കുടിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് തുണി അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തൊന്ന് മടക്കി വെക്കണം. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്ന് മടക്കി വെക്കും കേട്ടോ. അകത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ മടക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മടിയാവും. മടക്കല്ല അവിടെ തന്നെ കിടക്കും കേട്ടോ. തുണി അതേപോലെ തന്നെ കിടക്കും. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്ന് മടക്കി എടുക്കുവാണേ. ഞാനൊരു മടിച്ചിയാണ് കേട്ടോ, കുഴി മടിച്ചിയാണ്. പിന്നത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി എനിക്ക് പിന്നെ ചെയ്യാനായിട്ട് പറ്റില്ല.
രാവിലത്തെ പരിപാടി. ഞാൻ നിൽക്കുന്ന പയറിൽ കുറച്ച് പയർ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ വലുതായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും പയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പയറിൻ്റെ ഇലയും കൂമ്പലയില്ല. പയറൊക്കെ പറിച്ച് കൊണ്ടുവന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തേ സന്ധ്യാവിളക്ക് കത്തിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് അടിച്ച് രാവിലെ തുടച്ചാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് തളിച്ചു, വെറുതെ വെള്ളം തളിച്ചു. അതിന് ശേഷം വിളക്കം കത്തിച്ചു. പിന്നെ ഇതേ പുറത്ത് പണ്ടൊക്കെ ഇല്ലേ എൻ്റെ വീട്ടിൽ തുളസിത്തറ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ തുളസിത്തറയിൽ വിളക്ക് വെക്കാറുണ്ടായിരുന്നു. തുളസിത്തറ ഇല്ല, എന്നാലും ചെറിയൊരു ചിരാത് കത്തിച്ച് വെച്ചു കേട്ടോ. മോനും കുഞ്ഞും കൂടെ അവിടെ നിന്ന് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. അച്ചിങ്ങയും പയറും കൂടി ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൂമ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അതുകൂടി അരിഞ്ഞിരിക്കട്ടെ. ഇതിലേക്ക് ഒരു കുഞ്ഞു സവാള അരിഞ്ഞിട്ടോ. അങ്ങനെ തോരന് വേണ്ട തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. പിന്നെ തോരൻ ഉണ്ടാക്കാൻ പോവാണ്. കടുക് താളിച്ചു. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അച്ചിങ്ങയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇളക്കി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പയർ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തേങ്ങയും കുറച്ച് മുളക് കൂടി ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ അച്ചിങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുവാവയ്ക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. ചോറ് ഉച്ചയ്ക്ക് വെച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഞണ്ടുകറി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബൈ പറഞ്ഞേ. ബായ് ഉമ്മ പറഞ്ഞു. ബായ് ഉമ്മ, ടാറ്റാ. കുഞ്ഞാവേ ടാറ്റ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബൈ.